സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ കണ്ട ക്രിസ്തുയായി തീരട്ടെ. എനിക്കേറെ വാത്സല്യമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് അഭിഷേക പ്രാർത്ഥനയ്ക്ക് മുൻപായിട്ട് കർത്താവ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു ദൈവവചനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ തിരുവചനം. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം നേരെ അകലെയാണ്. ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നേരെ അകലെയാണ്. എൻ്റെ സഹോദരങ്ങളെ, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വെക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തെ സ്വീകരിക്കുന്നതാണ്. അത് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നുള്ള അണപൊട്ടിയുള്ള പ്രവാഹമാണ്. നമ്മുടെ ഹൃദയമാണ് പ്രാർത്ഥനയുടെ നിറവ്. ഹൃദയത്തിലെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന കടപ്പാടിൻ്റെയും കൃതജ്ഞതയുടെയും വികാരങ്ങളാണ് പ്രാർത്ഥനകൾ. എൻ്റെ തമ്പുരാൻ എന്തു കൊടുത്താലും പോരെന്ന് എൻ്റെ ഹൃദയം എന്നെ ഓർമ്മപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന. ഇത്തരത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് പ്രിയമുള്ളവരെ. ഇത്തരത്തിൽ പ്രാർത്ഥിച്ചാലേ തമ്പുരാൻ നമ്മെ കൈവിടില്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയം കൊണ്ട് കർത്താവിനെ സംപ്രീതിപ്പെടുത്താൻ, നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ ഹൃദയത്തിൽ വെച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ ഹൃദയത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് പരിശ്രമിച്ചുകൊണ്ട് നമുക്ക് ഈ ശ്ലൈഹിക അഭിഷേകത്തിന് വേണ്ടി ശിരസ്സുകളെ വണക്കമായി നമിക്കാം. പ്രാർത്ഥനകളെ കേൾക്കുന്ന കർത്താവേ, നിന്റെ മക്കളുടെ കണ്ണുനീര്, സങ്കടങ്ങൾ, വേദനകൾ, ആകുലതകൾ, കടബാധ്യതകൾ, രോഗങ്ങൾ, അവരെ അവശരാക്കുന്ന സകല കാരണങ്ങൾ നിനക്ക് അറിയുന്നത് പോലെ മറ്റാർക്കും അത് അറിയുന്നില്ലല്ലോ കർത്താവേ. നിന്റെ മക്കളുടെ മേൽ നീ കരുണ കാണിക്കണേ. ഈ വചനം കേട്ട് ഹൃദയത്തിലെ നിന്റെ സ്നേഹം അനുഭവിക്കാൻ നിന്റെ മക്കളെ അനുവദിക്കണേ. നിന്റെ മക്കള് ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ തിരുസന്നിധിയിൽ ഉണർത്തുന്ന സർവനിയോഗങ്ങളും കർത്താവേ നീ അവർക്ക് സാധ്യമാക്കി കൊടുക്കണേ. ബലഹീനും പാപിയുമായ ഞാൻ നിന്റെ സഭയുടെ കൈവെപ്പിലൂടെ ആത്മാവിനെ സ്വീകരിക്കാൻ അനർഹനെങ്കിലും നിന്നാൽ വിളിക്കപ്പെട്ടവനായ ഞാൻ നിന്റെ മക്കൾക്ക് നൽകുന്ന ഈ ആശീർവാദത്തെ നീ കൈക്കൊള്ളണേ. നിന്റെ കുരിശിൽ നീ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത നിരവധിയായ പാടുപീഡകൾ, മരണം, നിന്റെ ഉത്ഥാനം, നിന്റെ സ്വർഗാരോപണം, നിന്റെ പന്തക്കുസ്ത, എല്ലാറ്റിൻ്റെയും ബലത്തിലെ നിന്റെ തിരുസഭയുടെ നാമത്തിലെ നിന്റെ മക്കൾക്ക് നൽകുന്ന ഈ ആശീർവാദത്തെ അവർക്ക് ഫലദായകമാക്കി അവർക്ക്, അവരുടെ കുഞ്ഞുങ്ങൾക്ക്, അവരുടെ കുടുംബങ്ങൾക്ക്, അവരുടെ നിയോഗങ്ങൾക്ക് നിന്റെ അനുഗ്രഹം നീ ഔദാര്യമായിട്ട് ചൊരിയണേ, അനുഗ്രഹിക്കണേ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 96-ാം സങ്കീർത്തനം 6-ാം തിരുവചനം വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: മഹത്വവും തേജസ്സും അവിടുത്തെ സന്നിധിയിലുണ്ട്. തുറന്നു വരുന്ന നിമിഷങ്ങളിൽ നമ്മൾ അല്പസമയം കർത്താവിന്റെ നാമത്തെ മനം തുറന്ന് മഹത്വപ്പെടുത്താനായിട്ട് പോവുകയാണ്. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശയെക്കുറിച്ച് നമ്മൾ ഈ മണിക്കൂറുകളിൽ വചനത്തിൽ നിന്ന് ധ്യാനിക്കാൻ പോവുകയാണ്. നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം.
നമ്മുടെ പ്രത്യാശ ഒരിക്കൽ കൂടെ നമുക്ക് ഏറ്റുപറയാം. ഈശോയെ, നിത്യജീവന്റെ പ്രത്യാശ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഞങ്ങളുടെ ശാശ്വത ഭവനമായ സ്വർഗത്തെ കണ്ടുകൊണ്ട് സ്വർഗോന്മുഖമായി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ കരം നീട്ടി അഭിഷേകം ചെയ്യണമേ. അക്കര നാട്ടിലെ നിത്യഭവനം അതെത്രയോ മോഹനമേ, നിത്യനം ദൈവത്തോടൊത്തുള്ള വാസമോ എത്രയോ ആനന്ദമേ. അക്കര നാട്ടിലെ നിത്യഭവനം അതെത്രയോ മോഹനമേ, ആത്മാവിലൊന്ന് കണ്ടുകൊണ്ട് പാടി ആരാധിച്ച വാസമോ എത്രയോ ആനന്ദം. ദേശത്തിന്റെ പ്രത്യേകത, കണ്ണുനീരിൽ ഒരു കഷ്ടവുമില്ലൊരു ദുഃഖവുമില്ല വീടേ, രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ല വീടേ. എവിടെ? സ്വർഗത്തിൽ, സ്വർഗരാജ്യം. കഷ്ടവുമില്ലൊരു ദുഃഖവുമില്ല വീടേ, പ്രത്യാശയോടെ രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ല വീടേ. ഒരുമിച്ച് പാടുന്നു. അക്കര നാട്ടിലെ നിത്യഭവനം അതെത്രയോ മോഹനമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമോ എത്രയോ ആനന്ദമേ. ദൈവവുമുണ്ടല്ല, ദൂതരുമുണ്ടല്ല, ശുദ്ധരുമുണ്ടവിടെ. ദൈവ കുഞ്ഞാടാകും ക്രിസ്തുവിൻ തേജസ്സിൽ മിന്നി വിളങ്ങിടുമേ. അക്കര നാട്ടിലെ നിത്യഭവനം അതെത്രയോ മോഹനമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമോ എത്രയോ ആനന്ദമേ. കണ്ണുനീരില്ലൊരു കഷ്ടവുമില്ലൊരു ദുഃഖവുമില്ല വീടേ, രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ല വീടേ. കണ്ണുനീരില്ല ദുഃഖവുമില്ല ഞങ്ങളുടെ ശാശ്വത ഭവനത്തെ, നിത്യഭവനത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു പാടുന്നു. ഈ പ്രത്യാശ പൂർണ്ണമായും ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിൽ കരങ്ങൾ ഉയർത്തി ദൈവമക്കളെ എല്ലാവരും സ്തുതിച്ചു പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധനായ പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്കും മക്കളെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്കെല്ലാം ഈ പ്രത്യാശ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രത്യാശ നിറയപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രത്യാശയിൽ നിരന്തരം നയിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ, നിത്യജീവന്റെ പ്രത്യാശ കർത്താവേ ഓരാത്മാവിലേക്കും പകർന്നു നൽകണമേ. അതിന് വിരുദ്ധമായി പിശാച് അകത്ത് കൊടുത്തിരിക്കുന്ന തെറ്റായ ബോധ്യങ്ങളെ, തെറ്റായ ബന്ധന കെട്ടുകളെ പരിശുദ്ധാത്മാവെ പൊട്ടിച്ചു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിന് അഗ്നി കത്തിപ്പിടിക്കട്ടെ. ഓരാത്മാവിനും വചനത്തിന് അഗ്നി കത്തട്ടെ. പരിശുദ്ധാത്മ അഭിഷേകത്തിന് അഗ്നി കത്തട്ടെ. പരിശുദ്ധാത്മാവേ, ഈ പ്രത്യാശയിൽ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ കൂടുതൽ വിശുദ്ധമാക്കുവാൻ, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതങ്ങളെ കൂടുതൽ നവീകരിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ഓരോ മക്കളെയും ഓരോ കുടുംബങ്ങളെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിന് വിരുദ്ധമായ പാപശക്തികള്, തിന്മയുടെ ശക്തികള്, അശുദ്ധിയുടെ ബന്ധനങ്ങള് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യജീവന്റെ പ്രത്യാശി ഞങ്ങളുടെ കൂട്ടായ്മകളും കുടുംബങ്ങളും സമൂഹങ്ങളും എല്ലാം നിറയപ്പെടട്ടെ. ലോർഡ് ഫിൽ 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 ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾക്കു വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വചനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറക്കാം. ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് അഭിഷേകം നിത്യജീവന്റെ പ്രത്യാശ നൽകുന്നു. പരിശുദ്ധാത്മാവ് നിത്യജീവന്റെ പ്രത്യാശ നൽകുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 24 അധ്യായം 15 തിരുവചനത്തിൽ ഇപ്രകാരം കർത്താവിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: നീതിമാന്മാർക്കും നീതിരഹിതർക്കും
പുനരുദ്ധാനം ഉണ്ടാകുമെന്നാണ് ദൈവത്തിലുള്ള എന്റെ പ്രത്യാശ. ഇവരും ഇതുതന്നെ പ്രത്യാശിക്കുന്നവരാണ്. പൗലോസ്ലീഹ ഏറ്റുപറയുകയാണ്, നീതിമാന്മാർക്കും നീതിരഹിതർക്കും പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഞാൻ എന്റെ കർത്താവിൽ വിശ്വസിക്കുന്നു. ഫെലിക്സിന്റെ മുൻപിൽ പൗലോസ്ലീഹ നിൽക്കുകയാണ്. ഒരുപാട് ജനസമൂഹം ആ കൂട്ടത്തിലുണ്ട്. ആ സദസ്സിനെ നോക്കിക്കൊണ്ട് പൗലോസ്ലീഹ നിർഭയം തന്റെ പ്രത്യാശ പ്രഖ്യാപിക്കുകയാണ്. നീതിമാന്മാർക്കും സകല മനുഷ്യർക്കും പുനരുദ്ധാനം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും കാതലായ പ്രത്യാശ എന്ന് പറയുന്നത് നിത്യജീവനാണ്. തിരുസഭയുടെ പൊതുവിശ്വാസ പ്രമാണത്തിൽ നമ്മൾ എല്ലാ ദിവസവും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കാറുണ്ട്. നിത്യജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിക്കുക, പ്രിയ സഹോദര സഹോദരി, നമ്മൾ വളരെ സിൻസിയറായിട്ട് ഉത്തരം പറയണം. നമ്മൾ യഥാർത്ഥത്തിൽ നിത്യജീവനിൽ വിശ്വസിക്കുന്നുണ്ടോ? നിത്യജീവൻ അതൊരു കെട്ടുകഥയല്ല. നിത്യജീവൻ അതൊരു മിഥ്യയല്ല. ഈ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ട്. കർത്താവ് തന്നെ വ്യത്യസ്ത വചനങ്ങളിലൂടെ അത് വളരെ ശക്തമായ ഭാഷയിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലോട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ ലേഖനങ്ങളിൽ മുഖ്യ പ്രതിപാദ്യ വിഷയം നിത്യജീവനായിരുന്നു. വിശുദ്ധരുടെ ജീവിതത്തിലോട്ട് നമ്മൾ നോക്കുമ്പോൾ അവർ ഈ ലോക ജീവിതത്തിൽ ഏറെ വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള കാരണം നിത്യജീവനെ കുറിച്ചുള്ള അവരുടെ പ്രത്യാശയായിരുന്നു. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക്, പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതത്തിലേക്ക് എല്ലാം നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യം, ഇവരെല്ലാം ഈ ലോക ജീവിതത്തിൽ തന്നെ നിത്യതയുടെ തണലിൽ ജീവിച്ചവരാ. നിത്യജീവന്റെ ദർശനത്തിൽ സ്വർഗത്തെ കണ്ടുകൊണ്ട് സ്വർഗോന്മുഖമായി ജീവിച്ചവരാണ്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. 3-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. അവിടെ വചനപ്രകാരം പ്രഖ്യാപിക്കുകയാണ്, നമ്മുടെ രക്ഷകനായ ദൈവം യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. വചനം പഠിപ്പിക്കുന്നു, ദൈവപിതാവ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവമക്കളായ നമ്മുടെ ഓരോരുത്തരുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിച്ചു. യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിന് ലഭ്യമായത്. എന്തിനാണ് ദൈവപിതാവ് ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വർഷിച്ചത്? ഒരു വിശ്വാസിയിൽ പരിശുദ്ധാത്മാവ് എന്താണ് പ്രധാനമായും ചെയ്യുന്നത്? നമ്മളിത് കൃത്യതയോടുകൂടി മനസ്സിലാക്കണം. അഭിഷേകം എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്? 7-ാം തിരുവചനത്തിൽ ഇപ്രകാരം വചനം വെളിപ്പെടുത്തുന്നു, അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണ് ഇപ്രകാരം സംഭവിച്ചത്. പ്രിയ ദൈവമക്കളെ, എന്തിനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വന്നിരിക്കുന്നത്? ദൈവപിതാവ് എന്തിനാണ് യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വർഷിച്ചത്? കുറെ അത്ഭുതങ്ങൾ കണ്ട് മടങ്ങാനാണോ? കുറെ അടയാളങ്ങൾ കണ്ട് തൃപ്തിപ്പെടാനാണോ? വചനം കൃത്യതയോടെ വെളിപ്പെടുത്തുകയാണ്, നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം ഓരോരുത്തരും അവകാശികളാകുന്നതിനു വേണ്ടി. എത്ര സുന്ദരമായൊരു തിരുവചനമാണ് ദൈവമക്കളെ! നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നമ്മൾ ഓരോരുത്തരും അവകാശികളാകുവാനാണ് ദൈവപിതാവ് ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിച്ചത്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു ദൈവ പൈതലിൽ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യം, നിത്യജീവന്റെ പ്രത്യാശയിലേക്ക് നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മ നയിക്കുന്നു. അപ്പൊ നിത്യജീവന്റെ ദർശനം ലഭിക്കണമെങ്കിൽ, നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ കത്തി ജ്വലിക്കണമെങ്കിൽ എന്തു വേണം? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വേണം. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 13-ാം വചനത്തിൽ വളരെ വ്യക്തമായി ശ്ലീഹ പറയുകയാണ്,
നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തരായിരിക്കുവിൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കൃപയിൽ പ്രത്യാശയർപ്പിക്കുവിൻ. കൃപയിൽ പ്രത്യാശയർപ്പിക്കുവിൻ. കർത്താവായ ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ ഒരു വിശ്വാസിക്ക് ലഭിക്കാൻ പോകുന്ന കൃപ, അതാണ് നിത്യജീവൻ. പത്രോസ്ലീഹ പറയാണ്, ഈ നിത്യജീവനിലായിരിക്കണം ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും പ്രത്യാശയർപ്പിക്കേണ്ടത്. എന്റെ സഹോദര സഹോദരി, ഇന്ന് നമ്മൾ എവിടെയാ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്? ഈ ലോകത്തിലോ, നമ്മുടെ സമ്പാദ്യങ്ങളിലോ, നമ്മൾ കണ്ടെത്തുന്ന ചില സുരക്ഷിതത്വങ്ങളിലോ? എന്തിലാണ് നമ്മൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്? ഇന്ന് പലരും പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത് ഡോളറിലാണ്, ചിലർ പൗണ്ടിലാണ്, ചില വ്യക്തികള് സ്വർണത്തിലാണ്. അതെന്തുമാകട്ടെ, നമ്മൾ ഇതിലൊക്കെയാണ് പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം തികച്ചും പരാജയമാണ്, തികച്ചും നിരർത്ഥകമാണെന്ന് ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാ. നിത്യജീവന്റെ പ്രത്യാശ ഇന്ന് ഈ ലോകത്തിന് ഇല്ലാത്ത കാര്യം അത് തന്നെയാണ്. സങ്കീർത്തകനായ ദാവീദ് പ്രകാരം പറഞ്ഞു, 17-ാം സങ്കീർത്തനം 14-ാം വചനത്തിൽ, അവിടെ മനോഹരമായൊരു പ്രാർത്ഥനയാണ്. ഈഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്ന് കർത്താവേ, അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം അതാണ്. ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുകയാണ്. ഇവിടെ തിന്നും കുടിച്ചും മതിച്ചും സുഖിച്ചും എൻജോയ് ചെയ്തും ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലും നിറങ്ങളിലും ഈ ലോകത്തിന്റെ ജഡമോഹങ്ങളിലും ആകൃഷ്ടരായി ഇവിടെ എൻജോയ് ചെയ്ത് ജീവിതം നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ടെന്നോ, നിത്യജീവനെ കുറിച്ചോ, സ്വർഗത്തെക്കുറിച്ചോ, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചോ, നരകത്തെക്കുറിച്ചോ ചിന്തിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇതിനൊക്കെ കുറിച്ച് ചിന്തിച്ചാൽ ഇപ്പോഴത്തെ സുഖം നഷ്ടപ്പെടും, ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും, ഇപ്പോഴുള്ള പല എൻജോയ്മെന്റും ഉപേക്ഷിക്കേണ്ടി വരും. അതിന് തയ്യാറാകാത്തത് കൊണ്ട് കർത്താവിന്റെ വചനത്തോട് അനേകം ദൈവമക്കൾ പുറം തിരിഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ പ്രിയ ദൈവ പൈതലെ, ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. നമ്മൾ നിത്യതയ്ക്കായി വിളിക്കപ്പെട്ടവരാണ്, നമ്മൾ നിത്യജീവനായി സൃഷ്ടിക്കപ്പെട്ടവരാണ്, സ്വർഗോന്മുഖമായി ജീവിക്കുവാൻ കടപ്പെട്ടവരാണെന്നുള്ള വലിയ യാഥാർത്ഥ്യം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരുകയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വലിയൊരു മിഷണറിയാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്ന സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി എസ്തഫാനോസ്. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 55-56 വചനങ്ങൾ എടുത്ത് ധ്യാനിക്കുമ്പോൾ കാണുവാൻ പറ്റും. അവിടെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്, എസ്തഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. എസ്തഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. എസ്തഫാനോസിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറവുണ്ടായപ്പോൾ വചനം പറയുന്നു, അവൻ സ്വർഗത്തിലേക്ക് നോക്കി, അവൻ സ്വർഗം കണ്ടു. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയിൽ എന്താണ് ചെയ്യുന്നത്? സ്വർഗത്തെ കണ്ടുകൊണ്ട് സ്വർഗോന്മുഖമായി ജീവിക്കുവാനുള്ള വലിയ പ്രത്യാശ ഓരോ ദൈവമക്കൾക്കും പരിശുദ്ധാത്മാവ് നൽകുകയാണ്. ഞാനൊരു കാര്യം സ്നേഹത്തോടെ നിങ്ങളോട് പങ്കുവെക്കട്ടെ. നമ്മുടെ മക്കൾക്ക് നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ നമ്മൾ പകർന്നു കൊടുക്കണം. നമ്മുടെ യുവജനങ്ങൾക്ക് നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ നമ്മൾ പകർന്നു കൊടുക്കണം. ഈ തലമുറ വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ ഇത് വളരെ ആവശ്യമാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 3-ാം വചനത്തിൽ യോഹന്നാൻ ശ്ലീഹ ഈ യാഥാർത്ഥ്യം കുറെ കൂടെ വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹ പറയാണ്, ഈ പ്രത്യാശയുള്ളവർ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ വിശുദ്ധരാക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധിയിൽ അവർ തങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുന്നു. ഇതാണ് തിരുസഭയിൽ വിശുദ്ധർക്ക് പറയാനുള്ളത്. ഈ തലമുറയ്ക്ക് നമ്മൾ നിത്യജീവന്റെ പ്രത്യാശ കൊടുക്കണം. ഇത് ലഭ്യമാകണമെങ്കിൽ ആ മണ്ഡലങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വരണം. മാതാപിതാക്കളെ, നിങ്ങൾ ഹൃദയം നുറുങ്ങി പൊട്ടിക്കരഞ്ഞ് നിങ്ങളുടെ മക്കളിൽ പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം പരിശുദ്ധാത്മാവിന് വലിയ നിറവുണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. മക്കൾ മാതാപിതാക്കളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകാൻ പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന് വലിയ നിറവനായ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, പരിശുദ്ധാത്മാവ് നിത്യജീവന്റെ പ്രത്യാശ നമുക്ക് നൽകുന്നു. ഇതിനായിട്ടാണ്
നമ്മുടെ മേൽ ദൈവം ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനെ വർഷിച്ചിരിക്കുന്നത്. ഈ വലിയ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ പരിപൂർണമായും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനായിട്ട് വിട്ടുകൊടുക്കുക. നിത്യജീവന തണലിൽ നമ്മൾ ജീവിക്കുക. ദൈവമക്കൾ നിത്യജീവനായി വിളിക്കപ്പെട്ടവരാണെന്നുള്ള പ്രത്യാശയോടെ കൂടുതൽ പ്രാർത്ഥിക്കുക, ഒരുങ്ങുക. അനേകർക്ക് നിത്യജീവന്റെ ദർശനം പകർന്നു കൊടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷിക്ത ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടെ കർത്താവിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ ഓരോരുത്തരെയും നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, അഭിഷേചിക്കട്ടെ.